ഹലോ ഡിയേഴ്സ്, അവിടെ നിങ്ങൾക്കൊരു വെളിച്ചം കാണുന്നുണ്ടാവും അല്ലേ? എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിയുടെ വീട്ടുകൂടലാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് നാളെയാണ് വീട്ടുകൂടൽ. നമ്മളെ ഏരിയയിൽ നമ്മൾ തലശ്ശേരി സൈഡിലൊക്കെ നമ്മൾ വീട്ടുകൂടൽ എന്നാണ് പറയുക. നിങ്ങൾ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഹൗസ് വാമിങ് അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അവിടെ നാളെയാണ് സംഭവമെങ്കിലും ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും കേൾക്കുമ്പോൾ എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നേ അവിടെ പോകുന്നുണ്ട്. അക്ഷയ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ലോഗൗട്ട് ചെയ്തിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ പോയി ഫുഡൊക്കെ അടിച്ച് സെറ്റായി. അവിടെ DJ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ സെറ്റായി വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് അക്ഷയനൊക്കെ കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ഇടാം. ഞാൻ പറഞ്ഞ പാടിന് ഒരു ഡ്രസ്സും വാർത്തിച്ച് കുറച്ച് പുട്ടി ഇട്ടിട്ട് ഓടി വന്നു അക്ഷയൻ്റെ അടുത്ത് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഫോണും പൊക്കിപ്പിടിച്ച് പോകുന്നത് നമ്മുടെ കലവറയിലോട്ടാണ് കേട്ടോ. അവിടെ ഇതേ ശിവേനെ ഇല തുടക്കാൻ പഠിപ്പിക്കാമെന്ന് എൻ്റെ പൊന്നാരനി അവർ ഞാൻ ഇതുവരെ വീഡിയോയിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവരെല്ലാവരെയും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലവറയിലോട്ട് വന്നത്. അവിടെ ഇതേ ചോട്ടോട്ടനൊക്കെ നല്ല തകൃത്തമായ ഇല തുടക്കുന്നുണ്ട് എല്ലാവരും കൂടി. അപ്പോൾ ഇത് നല്ലൊരു വൈബാണ് തലേ ദിവസം രാത്രി ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ. അപ്പോൾ അതിനുശേഷം ഞാൻ വെറുതെ അകത്തോട്ട് പോയി അകത്തെന്താ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അകത്ത് ഇവർ 3 പേരും കൂടി ഒരു TV ഫിറ്റ് ചെയ്യേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ വെക്കും എവിടെ വെക്കും എന്നുള്ളത് കുറേ നേരം ആയെന്ന് തോന്നി വെറുതും കൊണ്ട് കളിക്കുന്നത്. ഇങ്ങനൊന്നും അല്ലടാ എന്നുള്ളൊരു അവസ്ഥയാണ് ഇവരുടേത്. ലാസ്റ്റ് TV മടിയിൽ വെച്ച് കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ സോങ് ഉണ്ടായിരുന്നു DJ. അപ്പോൾ ഇതേ നമ്മളെ ശിവ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ശിവ പിന്നെ എപ്പോഴും ഇങ്ങനെയാണ്, നല്ല പാട്ട് കേട്ട ശിവ തുള്ളാൻ തുടങ്ങും. നല്ല വൈബാണ് ശിവക്ക്. അപ്പോൾ ശിവയാണ് സ്റ്റാർട്ടിങ് കൊടുത്തത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും കൂടി ഇങ്ങനെ കൂടത്തിൽ തുള്ളാന്ന് വിചാരിച്ച് ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. ഹൗസ് വാമിങ് ആയതുകൊണ്ട് തലേദിവസം ലേറ്റായി നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും കൂടി കയറി അങ്ങ് തുള്ളി. കാരണം പാട്ടും കുറച്ച് ലൈറ്റും കുറച്ച് മുട്ടും കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ നല്ലോണം കുറേ നേരം തുള്ളി കേട്ടോ. എനിക്ക് രാവിലെ മോർണിംഗ് 6 മണിക്കായിരുന്നു ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1:30 ആയി, 2 മണിയായി. 2 മണി കഴിഞ്ഞപ്പോൾ മെല്ലെ അങ്ങ് നിർത്തി, പാട്ട് മൊത്തം നിർത്തി. എന്നിട്ട് ഞാൻ വേഗത ഓടിപ്പോയി കിടന്നിറങ്ങി. രാവിലെ ലോഗ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരേണ്ടതാണ് കേട്ടോ. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ ടീംസൊക്കെ അങ്ങ് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റോഷിയേച്ചി ഉണ്ട്, സ്നേഹയുണ്ട്, അക്ഷയ പിന്നെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ ഒന്നിച്ചപ്പോൾ വേഗം ചോറ് തിന്നാൻ പോയി. ഷിബിയാണ് നമുക്ക് ചോറ് വിളമ്പി തരുന്നത് കേട്ടോ. നല്ല ലഗോൺ ബിരിയാണി ആയിരുന്നു. ലഗോൺ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. അതിനുശേഷം വിഷ്ണു വന്നു. മറ്റേ നമ്മുടെ സാലഡില്ലേ, ആ സാലഡും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് കുറേ സമയം അച്ചാറിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് അച്ചാർ തരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അച്ചാർ ഞാൻ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കൂട്ടി അടിച്ചപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഇരുന്നപ്പോൾ ബോർ അടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമുക്കിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങളൊരു ഫംഗ്ഷനും കഴിഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി നടക്കുകയാണ്. എങ്ങോട്ടാണെന്നൊന്നുമില്ല. അക്ഷയുണ്ട്, സ്നേഹയുണ്ട്, റോഷിയേച്ചി ഉണ്ട്, നമ്മുടെ ശിവയും ഉണ്ട്. അങ്ങനെ നമ്മൾ കോർണർ ബ്രദേഴ്സ് ഇരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ എത്തിയത്. ഇവിടെ ആരുമില്ല. ഈ സ്ഥലം ഞാൻ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നിങ്ങൾക്ക്. അതിനുശേഷം അവിടെ നിന്ന് കുറേ ഇന്റർനാഷണൽ ചർച്ചകളായിരുന്നു. ഞങ്ങൾ ശിവ അതിലിടയ്ക്ക് ഇങ്ങനെ ബൈക്കിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ വാ നമുക്ക് മനോജേട്ടൻ്റെ പിടി സിപ്പപ്പ് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ശിവൻ്റെ കൈയും പിടിച്ച് റോഷിയേച്ചി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നടന്നു, കഥകളൊക്കെ പറഞ്ഞു. കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന സ്നേഹയെ റോഷിയേച്ചൊക്കെ. അപ്പോൾ അതിനുശേഷം മനോജേട്ടൻ്റെ പിടിയിൽ പോയി നല്ലോണം ഒന്ന് സിപ്പപ്പ് അടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ സിപ്പപ്പൊക്കെ മേടിച്ച്, ചിക്കു മേടിച്ച്, റോഷിച്ച് മാത്രം സ്ട്രോബെറി ആട്ടോ മേടിച്ചത്. പിന്നെ മേടിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ച് നടന്നുകൊണ്ടിരുന്നു. ശിവക്ക് ഐസ്ക്രീം വേണം, ശിവക്ക് ഐസ്ക്രീം കൊടുത്തു. പിന്നെ ഇതേ നമ്മൾ വേഗം കഴിച്ചു. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് പോയി കിടന്ന് ഉറങ്ങണമായിരുന്നു. രാത്രി പിന്നെയും നമുക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. ബൈ.